നമ്മുടെ നാട് അഴിമതി ഏറ്റവും കുറഞ്ഞ നാടാണ്. അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്നതിലല്ല നമ്മൾ അഭിമാനിക്കുന്നത്. അഴിമതി തീരെ ഇല്ലാത്ത നാടാകുക എന്താണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്ന ഖ്യാതി നമുക്ക് നേടാനായത് എന്തുകൊണ്ടാണ്? LDF അധികാരത്തിലിരിക്കുന്നതുകൊണ്ടല്ലേ. LDFിൻ്റെതായ സംസ്കാരമുണ്ടല്ലോ. ആ സംസ്കാരം അഴിമതി തീണ്ടാത്തതാണ്. അങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുന്ന മറ്റേത് മുന്നണിയുണ്ട് ഈ സംസ്ഥാനത്ത്? അതല്ലേ നാം നോക്കേണ്ടത്. അതിൻ്റെ ആ നടപടികളുടെ ഭാഗമായിട്ടല്ലേ ഇവിടെ നല്ല തോതിൽ നമുക്ക് അഴിമതി ഇല്ലാതാക്കാൻ കഴിഞ്ഞത്. പൂർണ്ണമായി തുടച്ചു നീക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ നേരത്തെ എല്ലാം കേട്ടിരുന്ന ഉന്നതങ്ങളിലെ അഴിമതി എന്ന് പറയുന്നത് തീർത്തും ഇല്ലാതായില്ലേ? ഇതല്ലേ വസ്തുത. അത് തുടരണം, അത് ശക്തിപ്പെടുത്തണം, പൂർണ്ണമായി അഴിമതി മുക്തമാകണം. LDFിന് മാത്രമേ അത് സാധിക്കൂ. അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. മറ്റുള്ളവരെയൊന്നും കുറ്റപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവരുടെ ഒന്നും രീതിയും ശൈലിയും സംസ്കാരവും ഇപ്പോൾ എടുത്തു പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം എല്ലാവർക്കും ബോധ്യമുണ്ട്, LDFിന് മാത്രമേ അത് കഴിയൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദീർഘിപ്പിക്കുന്നില്ല, പ്രത്യേകിച്ച് നോമ്പുകാരാണ്. ഒരു കാര്യം കൂടി ആ കാര്യത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു തരത്തിലുള്ള വർഗീയ കലാപമോ വർഗീയ അസ്വാസ്ഥ്യമോ വർഗീയ സംഘർഷമോ ഇല്ല. എന്താ അതിന് കാരണം? LDF അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ. ആദ്യം ഗവൺമെൻറ്റിന് വേണ്ടത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കലാണ്. അത് നല്ലതുപോലെയുള്ള LDF ആണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഗീയതയുമായി ചാരി നിൽക്കുന്നില്ല. ഏത് വർഗീയ പ്രശ്നം വന്നാലും ശക്തമായി ഇടപെടുകയാണ്, കർക്കശമായി നേരിടുകയാണ്. അതിൻ്റെ ഫലമായി തന്നെ വർഗീയ ശക്തികളൊക്കെ കേരളത്തിലുണ്ട്. നേരത്തെ അവർ പല കലാപങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്, പലരുടെ ജീവൻ എടുത്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് മാരകമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ സ്വത്തുവകകൾ കവർന്നിട്ടുണ്ട്, നിരവധി വീടുകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തകർത്തിട്ടുണ്ട്. ഇതെല്ലാം നടന്ന നാടാണ് കേരളം. ആ കേരളത്തിലാണ് കഴിഞ്ഞൊരു ദശാബ്ദക്കാലമായി ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷവും ഇല്ലാത്തത്. രാജ്യത്ത് അങ്ങനെ ഒരു സംസ്ഥാനം മാത്രമേ ഇപ്പോഴുള്ളൂ, അത് കേരളമാണ്. ഇത് നമുക്കിങ്ങനെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് LDF അധികാരത്തിലുള്ളത് കൊണ്ടാണ്. ആ സ്ഥിതി തുടരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. നേരത്തെ ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ആ നിക്ഷേപം 3,60,000 കോടി രൂപയാണ്. നമ്മളിവിടെ അടുത്താണ് ആ നിക്ഷേപം കൊണ്ടുവരാൻ അവരാഗ്രഹിക്കുന്നത്. 3,60,000 കോടി രൂപ കേട്ടപ്പോൾ അമ്പരന്ന് പോവുകയായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ എന്താണ് കേരളം തിരഞ്ഞെടുക്കാൻ? കേരളം പോലെ വർഗീയ അസ്വാസ്ഥ്യമില്ലാത്ത, വർഗീയ സംഘർഷമില്ലാത്ത ഒരു നാട് വേറെയേതുണ്ട്? അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തത് എന്നാണ് പറഞ്ഞ മറുപടി. ഇതാണ് പ്രത്യേകത നാടിൻ്റെ. അപ്പോൾ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നില വിട്ട് നിക്ഷേപത്തിന് പറ്റിയ സംസ്ഥാനം, ഏക സംസ്ഥാനം കേരളം എന്ന നിലയിലേക്ക് കേരളം വളർന്നിരിക്കുന്നു. അത് LDF അധികാരത്തിലുണ്ടായതുകൊണ്ടാണ്. അതിനിയും ശക്തിപ്പെടുത്തണമെങ്കിൽ കേരളം LDF തന്നെ വരേണ്ടതുണ്ട് എന്നാണ് പൊതുവെ കാണുന്നത്. അതുകൊണ്ടാണ് LDF വീണ്ടും വരേണ്ടതിൻ്റെ ആവശ്യകത ശക്തമായിട്ട് നമ്മുടെ നാട്ടിലെല്ലാവരും ഉന്നയിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പറയാനുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഉള്ള പരിമിതി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ പരിമിതി ഒട്ടും ഏശാതെ തന്നെ നിങ്ങളെല്ലാവരും എല്ലായിടങ്ങളിലും
സ്ഥാനാർത്ഥിക്ക് പകരക്കാരായി പ്രവർത്തിക്കുന്നവരാണ്. അതിൻ്റേതായ പ്രത്യേകതയാണ്. ആ പ്രത്യേകതയും ആ പിന്തുണയുമാണ് ഇവിടെ LDFന് വലിയ തോതിൽ വിജയിക്കുന്നതിന് സാഹചര്യമൊരുക്കുന്നത്. ഇത്തവണയും ആ പരിമിതി ഒട്ടും കുറയുന്നില്ല, കുറച്ച് കൂടുകയാണ്. എനിക്ക് സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഓരോ ആളെയും കാണാനും എല്ലാ പ്രദേശങ്ങളിലും എത്താനും വോട്ട് അഭ്യർത്ഥിക്കാനുമൊക്കെ ഉണ്ടാകുന്ന പ്രയാസം അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതുകയാണ്. കാരണം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പോകണം എന്ന ആഗ്രഹം LDFന് പൊതുവിലുണ്ട്. അതിൻ്റെ ഭാഗമായി പോകേണ്ടതായിട്ട് വരും. ഒരു സ്ഥാനാർത്ഥിയുടെ നിലയിൽ മാത്രം ഇവിടെ നിൽക്കാനാവില്ല. ആ വരുന്ന പരിമിതിയാകെ നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് അത് ഒരു പരിമിതിയുമാകാതെ നിങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.